അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മനസ്സ് തുറന്ന് ഒന്ന് ആസ്വദിക്കണം. ഭർത്താവിനോടൊപ്പം മനോഹരമായ കുറച്ച് നിമിഷങ്ങൾ ചെലവഴിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് നൂറ ദിൽഷാദിൻ്റെ കൂടെ ടൂറിന് പുറപ്പെട്ടത്. ദിൽഷാദും ഞാനും വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയില്ലെങ്കിലും ആദ്യത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതിനു ശേഷം വീണ്ടും അവരൊന്നിച്ചിരിക്കുകയാണ്. എന്നാൽ അവൾ വിചാരിച്ചു ദിൽഷാദ് തന്നെ സ്നേഹത്തോടെ വരവേറ്റതാണെന്ന്. ഞങ്ങളുടെ ജീവിതത്തിന് സ്നേഹക്കുറവൊന്നുമില്ലെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. അവൻ എന്നെ എപ്പോഴും ചേർത്ത് പിടിക്കുമെന്നും എൻ്റെ സന്തോഷമാണ് അവൻ്റെ ലോകമെന്നും ഞാൻ അതിനുശേഷം കണ്ണടച്ച് വിശ്വസിച്ചു. അങ്ങനെയാണ് ആ പ്രകൃതി രമണീയമായ കുന്നിൻ ചെരുവിലേക്ക് എത്തിയതും ചുറ്റും പച്ചപ്പും കോടമഞ്ഞും തണുത്ത കാറ്റും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മനോഹരമായ വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ശാന്തമായിരുന്നു. ദിൽഷാദിൻ്റെ കയ്യിൽ കോർത്തു പിടിച്ച് ആ കാഴ്ചകൾ ആസ്വദിക്കാൻ തുടങ്ങിയ നിമിഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായം അവിടെ തുടങ്ങുകയാണ് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നൂറ ഓർത്തു. പെട്ടെന്നാണ് ദൂരത്തു നിന്നൊരു പെൺകുട്ടി ഞങ്ങളുടെ നേർക്ക് ഓടി വരുന്നതും ഞാൻ കണ്ടത്. അവൾ കിതച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അവളുടെ വരവ് കണ്ട് ദിൽഷാദിൻ്റെ മുഖമൊന്ന് തിളങ്ങി. അവൻ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും വിളിച്ചു പറഞ്ഞു, "ഓ ഷെറിൻ, നീ എത്തിയോ?" ആ പേരെൻ്റെ കാതിൽ വന്ന് പതിച്ചപ്പോൾ എൻ്റെ ഉള്ളൊന്ന് കിടിലം കൊണ്ടു. ഷെറിൻ. അത് കേട്ട ഉടനെ ആ പെൺകുട്ടി യാതൊരു മടിയും കൂടാതെ നേരെ ദിൽഷാദിനരികിലേക്ക് ഓടിച്ചെന്ന് അവൻ്റെ കൈകൾ ദൃഢമായി പിടിച്ചു. ഒരു ഭാര്യയായി ഞാൻ തൊട്ടടുത്ത് നിൽക്കെ മറ്റൊരു പെണ്ണ് തൻ്റെ ഭർത്താവിൻ്റെ കൈകളിൽ കടന്നു പിടിക്കുന്നത് കണ്ട നൂറയുടെ കണ്ണുകൾ തള്ളിപ്പോയി. അവളുടെ നെഞ്ചിൽ വലിയൊരു തീഗോളം വീണതുപോലെ തോന്നി. ഭൂമി എൻ്റെ കാലിനടിയിൽ നിന്ന് ഇടിഞ്ഞു പോകുന്നത് പോലെയായിരുന്നു ആ നിമിഷം. ശ്വാസം കിട്ടാതെ അവൾ വിറച്ചുപോയി. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ഇതൊക്കെ എന്താണ് എൻ്റെ കൺമുമ്പിൽ നടക്കുന്നത്? എൻ്റെ ഭർത്താവ്, എൻ്റെ സ്വന്തം ദിൽഷാദ്. അവൾ അവൻ്റെ കൈകൾ പിടിച്ചിട്ട് അവൻ അത് തടയുകയോ പിൻവലിക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല, അവളുടെ ആ സ്പർശനം അവൻ ആസ്വദിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ ഭാവമാറ്റം കണ്ട് പെട്ടെന്ന് ദിൽഷാദ് ഒന്ന് പതറി. അവൻ ഷെറിൻ്റെ കൈകളിൽ നിന്ന് തന്നെ കൈ തട്ടി മാറ്റാൻ വേണ്ടി നോക്കിക്കൊണ്ട് എന്നെ നോക്കി വിളറി വെളുത്ത ചിരിയോടെ പറഞ്ഞു, "നൂറ, ഇതെൻ്റെ ഫ്രണ്ടാണ് ഷെറിന്." ഫ്രണ്ട്. ആ വാക്ക് അവളുടെ കാതിലൊരു അലർച്ച പോലെ മുഴങ്ങി. ഒരു ഫ്രണ്ട് ആണോ ഇങ്ങനെ ഓടി വന്ന് കൈ പിടിക്കുന്നത്? അതൊരു പെണ്ണായ ഫ്രണ്ട്? എൻ്റെ തൊണ്ടയിൽ വാക്കുകൾ കുടുങ്ങിപ്പോയി. നൂറയ്ക്ക് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ചുണ്ടുകൾ വിറച്ചു. പതുക്കെ ഒന്ന് അവൾ മൂളുക മാത്രം ചെയ്തു. അവളുടെ മൗനം കണ്ട പെൺകുട്ടി നേരെ അതാ നൂറയുടെ അരികിലേക്ക് വരുന്നു. യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഒരു വിജയഭാവത്തോടെ അവൾ വന്ന് നൂറയുടെ കൈകൾ പിടിച്ചു കുലുക്കി. "ഹായ് നൂറ." അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ദിൽഷാദ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. എനിക്ക് എല്ലാ കാര്യത്തിലും വലിയൊരു സപ്പോർട്ടീവാണ് അവന്. ദിൽഷാദിനെ പോലെ ഒരു ഭർത്താവിന് കിട്ടിയത് നിൻ്റെ ഭാഗ്യമാണ് നൂറ. നിനക്ക് നല്ലൊരു ഭർത്താവിനെയാണ് കിട്ടിയിരിക്കുന്നത്. ഓൾ ദി ബെസ്റ്റ്. അവളുടെ വാക്കുകൾ അവളെ അക്ഷരാർത്ഥത്തിൽ കുത്തിമലർത്തി. താൻ ചെയ്തു കൂട്ടുന്ന ആപത്തിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ എൻ്റെ മുമ്പിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ പുകഴ്ത്തി പറയുന്ന ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും അവളുടെ ശരീരം അനുവദിച്ചില്ല. കാമുകിയുടെ എല്ലാ കാട്ടുകൂട്ടലുകളും ആ പെണ്ണിൻ്റെ ശരീരഭാഷയിലും സംസാരത്തിലും ഉണ്ടായിരുന്നു. അവൾ വെറുമൊരു ഫ്രണ്ടല്ല, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ എന്നേക്കാൾ വേരോട്ടമുള്ളവളാണ് അവളെന്ന് ഒരു പെൺമനസ്സ് അപ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു. തൻ്റെ കാമുകിയെ താൻ എൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തി എന്നെ അഭിമാനിക്കുകയാണ് ദിൽഷാദ് ചെയ്തത്. ഒന്നിച്ചുള്ള യാത്ര, മനോഹരമായ ടൂർ, അതെല്ലാം നൂറയ്ക്ക് ഒരു നരകമായി പോയി. കുന്നിൻ ചെരുവില തണുപ്പിലും അവളുടെ ശരീരം വിയർത്ത് കുളിർത്തിർത്തു. എൻ്റെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. ആ യാത്രയുടെ സന്തോഷമെല്ലാം ആ നിമിഷം കരിഞ്ഞു പോയി. എന്നാൽ ദിൽഷാദ് നൂറയെ വിഷമിപ്പിക്കുന്നില്ല. കഴിയുന്ന രീതിയിൽ നൂറയെയും അവൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്ന് വൈകുന്നേരം ഹോം സ്റ്റേയുടെ മുറിയിലെത്തിയപ്പോഴേക്കും അവളുടെ കണ്ണുനീർ തോർന്നിരുന്നില്ല. ദിൽഷാദ് വന്ന് എന്നോട് എന്തുമാത്രം ന്യായീകരണങ്ങൾ പറഞ്ഞു. "നീ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് നൂറ. അവൾ വെറും ഒരു സുഹൃത്ത് മാത്രമാണ്." എന്നാൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ ദിൽഷാദ്, "അതെ, നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്?
അല്ല നീ മറ്റു വല്ലതും ചിന്തിച്ചോ? എനിക്ക് അവളോടും അങ്ങനെയുള്ള രീതിയിലുള്ള ബന്ധമല്ല ഉള്ളത്. നോ, അതായത് അവൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് പല കാര്യങ്ങളിലും. അതുകൊണ്ട് വേറെ രീതിയിലുള്ള ബന്ധമല്ല, അവൾ എൻ്റെ സുഹൃത്ത് മാത്രമാണ് എന്നിങ്ങനെ അവൻ പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചെങ്കിലും ആ വ്യൂ പോയിന്റിൽ വെച്ച് ഷെറിൻ അവൻ്റെ കൈ പിടിച്ചപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ട തിളക്കം ഒരു സുഹൃത്തിൻ്റേതായിരുന്നില്ല, അതൊരു പ്രണയമായിരുന്നു. ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് ലഭിക്കേണ്ട സ്നേഹവും പരിഗണനയും മറ്റൊരാൾക്ക് പങ്കിട്ട് നൽകുന്ന ആ കാഴ്ച അവളുടെ ഉറക്കം കെടുത്തി. ഞാൻ അവനെ വിശ്വസിച്ചു, എൻ്റെ ജീവനേക്കാൾ അധികം സ്നേഹിച്ചു. എന്നാൽ അവൻ എന്നെ വഞ്ചിക്കുകയായിരുന്നോ? ടൂറ് പോയ സ്ഥലത്ത് വെച്ച് എൻ്റെ കണ്ണ് വെട്ടിച്ച് തൻ്റെ കാമുകിയെ വരുത്തി എൻ്റെ മുന്നിൽ വെച്ച് തന്നെ എന്നെ നോക്കി ചിരിച്ച നിമിഷങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകുന്നില്ലല്ലോ റബ്ബേ. അവൾ വളരെയധികം സങ്കടത്തോടു കൂടെ നിന്നു. എന്നാൽ ഹോം സ്റ്റേയിൽ എല്ലാ രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളുമെല്ലാം ഉണ്ട്. അവരിതാ അപ്പോഴേക്കും ഫുഡിൻ്റെ കാര്യങ്ങളുമെല്ലാം ഓർഡർ ചെയ്തിരുന്നു. നല്ല തണുപ്പുള്ള സ്ഥലം, ആ കുന്നിൻ ചെരുവിലുള്ള ആ ഒരു റിസോർട്ടിൽ നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. എന്നാൽ ആ റിസോർട്ടിൻ്റെ അവരെടുത്ത ഹട്ടിനകത്ത് 2 റൂംസായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നൂറക്ക് അവളുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ അവൾ ശ്രമിച്ചു. ഒരു ഫ്രണ്ടായിട്ട് പോലും ഞാൻ എന്ത് ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഷെറിനെ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? അവളെ തന്നെ ഒന്ന് മാറ്റി എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. അവൾ ആ പുറത്തെ കാഴ്ചകൾ കണ്ട് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ദിൽഷാദ്, നൂറ. അവൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. നൂറ, എന്താ, എങ്ങനെയുണ്ട്? പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കുകയാണോ? പിന്നെ നമ്മൾ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ സ്റ്റേ ചെയ്യുമ്പോഴേ പ്രത്യേകമായിട്ട് ഒരു രസം അല്ലേ? ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിനക്ക് ഇഷ്ടമായോ ഇവിടം? അതെ. പിന്നെന്താ നിൻ്റെ മുഖത്ത് വല്ലാത്തൊരു വാട്ടം? ഒന്നുമില്ലിക്ക. എന്താ പെണ്ണേ? പിന്നെ ഞാനും നീയും മാത്രമുള്ള ഈ ഒരിടം എത്ര മനോഹരമാണല്ലേ? നമ്മൾ 2 പേരും ഒരുമിച്ചിവിടെ എന്ത് രസമാണല്ലേ? എന്നാൽ പെട്ടെന്ന് അതാ ഷെറിൻ അങ്ങോട്ട് വരുന്നു. ഹായ് ദിൽഷാദ്. എന്നാൽ അവളുടെ വരവ് കണ്ടപ്പോൾ തന്നെ ശരിക്കും അവളൊന്ന് ഞെട്ടി. പെട്ടെന്ന് അവൾ ദിൽഷാദിൻ്റെ അരികിൽ നിന്ന് മാറി നിന്നു. എന്താ നൂറ നീ മാറി നിൽക്കുന്നത്? അവൾ എൻ്റെ ഫ്രണ്ട് മാത്രമാണ്, അല്ലാതെ. എന്നാൽ പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് അവൾ കടന്നു വന്നു. നമുക്ക് ഷട്ടിൽ കളിച്ചാലോ? ഷട്ടിൽ കളിക്കുമ്പോൾ ശരീരമൊക്കെ ഒന്ന് അനങ്ങുകയും ചെയ്യും. പിന്നെ ദിൽഷാദ്, അവിടെ പൂളുണ്ട് കേട്ടോ, നമുക്ക് പൂളിൽ നീന്തി കളിച്ചാലോ? ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട്. എന്താ, അത് പറ്റില്ലേ? എടി നീ ഇല്ലേ, എനിക്ക് നീന്തൽ അറിയില്ല, നൂറ പറഞ്ഞു. നീന്തൽ അറിയൊന്നും വേണ്ട, അത്രയല്ലേ വെള്ളം ഉണ്ടാവുള്ളൂ. അത് തലയ്ക്ക് മുകളിലുള്ള വെള്ളത്തിൻ്റെ ഭാഗത്തേക്ക് പോകാഞ്ഞാൽ കുഴപ്പമില്ല. എന്നാൽ പെട്ടെന്ന് അതാ ഷെറിൻ പറയുന്നു, ദിൽഷാദ് എനിക്ക് നീന്തൽ അറിയില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നെ നീന്തൽ പഠിപ്പിച്ചു തരുമോ? എനിക്ക് അത്രക്കും ഇഷ്ടമാണ് നീന്തുന്നതൊക്കെ. നിനക്കറിയില്ലേ? ഇല്ല, എന്നെ നീന്തൽ പഠിപ്പിച്ചു തരുമോ പ്ലീസ്? എനിക്ക് നീന്താൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വാ എന്ന് പറഞ്ഞ് അവൾ ദിൽഷാദിൻ്റെ കൈ പിടിച്ച് വലിക്കുന്നു. നൂർ അതൊരു നിമിഷം കാണുന്നു. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. അവൾക്കത് കാണാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ ദിൽഷാദ് പെട്ടെന്ന് കൈ വിടുവിപ്പിച്ചു. ഷെറിൻ, എന്താ ഇത്? അവളെൻ്റെ ഭാര്യയാണ്, അവളുടെ മുമ്പിൽ നിന്നാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പിന്നെ ഞാനതങ്ങ് മറന്നു. അല്ല നൂറ, നീ വരുന്നില്ലേ? നിനക്കുമില്ലേ ഇതിനൊക്കെ ഒരു ആഗ്രഹം? നിനക്ക് നീന്തലൊന്നും ഇഷ്ടമല്ലേ? ഞാനില്ല. അതെന്താ? ഞാനില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പോയിക്കോളി. അവൾ സങ്കടത്തോടെ അത് പറയുമ്പോൾ ദിൽഷാദ് ഒരു നിമിഷം അവളെ നോക്കി. നൂറ, നീ എന്ത് പെണ്ണ് വരാത്തത്? എന്ത് കാര്യത്തിനാ? എന്ത് നിനക്ക് ദേഷ്യമുണ്ടോ? അതൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളൂ. അവളുടെ ആലോചനയിൽ മുഴുകി. അവൾ വെറുതെ പുറത്തേക്ക് നോക്കി. റബ്ബേ, എൻ്റെ ജീവിതം എന്താ ഇങ്ങനെ ആയിപ്പോയത്? എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ? പെട്ടെന്നാണ് ദിൽഷാദിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടത്. ഉമ്മയാണ്. ഹലോ, മോനെ ദിൽഷാദേ,
എവിടെ പോരാനായില്ലേ? ഉമ്മ ഇവിടെ സ്റ്റേ ചെയ്യണം നിങ്ങൾ. ആ ആയിക്കോട്ടെ, സ്റ്റേ ചെയ്യണോ അതോ 2 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച എവിടെ കറങ്ങിയാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ ഓളെ നോക്കണം അതുള്ളൂ. എന്തോ ഉമ്മ നിങ്ങളീ പറയുന്നത്? ഓളെ നോക്കുന്നുണ്ടല്ലോ ഞാൻ. അങ്ങനെ കണ്ണുകൊണ്ട് നോക്കുക എന്നുള്ളതല്ല. എവിടെ നൂറിൻ്റെ അടുത്ത് നിന്ന് ഫോൺ കൊടുത്തേ? ഉമ്മ അത് പറയുന്നു. നൂറ ഇന്ന് ഫോണ്. ഹലോ മോളെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ല മോളെ, എന്താ മട്ടം? ടൂറൊക്കെ കണ്ടിട്ട് ഉഷാറായോ? ഫോട്ടോസൊന്നും കണ്ടില്ലല്ലോ. ഫോട്ടോസൊക്കെ വിടേ, എന്നല്ല ഉമ്മ കാണാൻ പറ്റുള്ളൂ. ആ ആയിക്കോട്ടെ ഉമ്മ. അല്ല മോളെ, ഭക്ഷണം കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കിട്ടിയിരുന്നു. ഇവിടുന്ന് എന്താ മോളെ കിട്ടിയത്? ഇവിടെ ചപ്പാത്തി ഉണ്ടായിരുന്നു, പൂരി, പിന്നെ എഗ്ഗ്, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് ഫ്ലേക്സ്, അത് പാൽ, അതൊക്കെ ഉണ്ടായിരുന്നു. ഓ അങ്ങനെ. റിസോർട്ടിലൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെ ആണല്ലോ അല്ലേ? അല്ല മോളെ, 2 ദിവസം അവിടെ നിന്നോളി, കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊന്ന് റിലാക്സായി. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ 2 പേരും നന്നായിട്ട് നല്ല രീതിയിൽ ജീവിക്കണം എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഉമ്മാൻ്റെ മനസ്സിൽ എന്തൊരു സന്തോഷമാണെന്നോ. എന്നാൽ നൂറ ഒന്നും പുറത്ത് കാണിച്ചില്ല. ഉമ്മ ഇൻഷാ അല്ലാ ഒക്കെ ശരിയായിക്കോളും. അതേ മോളെ, ഞാനും അതാ പറയുന്നത്. പഠിച്ച റബ്ബിൻ്റെ കാരുണ്യം കൊണ്ട് എല്ലാം റെഡിയാകട്ടെ ഇൻഷാ അല്ലാ. എന്നാൽ ഈ സമയം ദിൽഷാദ്, എന്ത് ദിൽഷാദ് ഇങ്ങനെ? അത് നൂറയില്ലാതെ ഞാൻ. ഓ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഷെറിനും അതാ പൂളിലേക്ക് ഇറങ്ങുന്നു. അപ്പോൾ എന്നെ നീന്തൽ പഠിപ്പിക്കാനൊന്നും ആരുമില്ല. നിങ്ങളൊക്കെ എന്ത് ഭാഗ്യവാന്മാരല്ലേ, ഭാര്യയും ഭർത്താവും. എന്നാൽ പെട്ടെന്ന് നൂറ പറഞ്ഞു, അതെ ഞാൻ ഇറങ്ങുന്നില്ല, എനിക്ക് നീന്തൽ അറിവില്ല, പിന്നെ എനിക്ക് താല്പര്യമില്ല ആ വെള്ളത്തിൽ നീന്താൻ. ഞാൻ കണ്ടോളാം, ഇക്ക ഇറങ്ങിക്കോളി, സ്നേഹത്തോടെ അവൾ ഭർത്താവിനോട് പറഞ്ഞു. എന്നാൽ ഭർത്താവ് ഒരു നിമിഷം നൂറയുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് വിഷമമുണ്ടോ എന്തോ അറിയില്ല. ദിൽഷാദ് വാ, എന്താ ഇത്, ഞാൻ ഇറങ്ങാൻ കേട്ടോ. എന്നാൽ ആ നിമിഷം തന്നെ അവൾ അവളുടെ മുകളിലത്തെ ഡ്രസ്സ് ഊരി മാറ്റി അടിയിലുള്ള ചെറിയ ഡ്രസ്സ് മാത്രം ധരിച്ചുകൊണ്ട് ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ദിൽഷാദ് വാ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നാൽ നൂറക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾക്ക് ആ കാഴ്ച കണ്ടിട്ട് ആകെപ്പാടൊരു വിഷമം തോന്നി. റബ്ബേ, എന്ത് ഇങ്ങനെയൊക്കെ ഇത്രമാത്രം മലീമസമായ രീതിയിൽ എനിക്ക് കാണേണ്ടി വന്നല്ലോ. എന്നാൽ ദിൽഷാദ് മനമില്ലാ മനസ്സോടുകൂടി ഇറങ്ങി. അവൻ ആ സ്വിമ്മിംഗ് പൂളിൻ്റെ പടവുകളിൽ ഇരുന്നു. എന്നാൽ അവൾ അതിൽ അതാ നീന്തി തുടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഷെറിനാണെങ്കിൽ നൂറയേക്കാൾ അല്പം തടിയുണ്ട്. തടിയുള്ള ശരീരവും പിന്നെ കുറച്ചുകൂടെ ഭംഗിയുള്ള മുഖവും ഒക്കെ ഉണ്ട്. എന്നാലും നൂറയുടേത് വേറെ സൗന്ദര്യം, ഷെറിൻ്റെ വേറെയും. എന്നാൽ അവൾ അവനെ വിളിച്ചപ്പോൾ നൂറ പെട്ടെന്ന് തന്നെ റൂമിനകത്തേക്ക് കയറി പോകുന്നു. എന്നാൽ ദിൽഷാദ് ഒരു നിമിഷം, നൂറ നീ എങ്ങോട്ടാ? ഞാനിവിടെയുണ്ട്. എന്നാൽ അതാ എന്നാൽ ഞങ്ങളിപ്പോൾ വരാം. അവൻ അതാ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. കൂടെ ഷെറിനും. ഷെറിൻ്റെ പൊട്ടിച്ചിരികൾ അവിടെ മുഴങ്ങി. എന്നാൽ നൂറ ഒരു നിമിഷം അത് നോക്കി. അതെ, അവൾക്ക് ആ കാഴ്ച കണ്ടു നിൽക്കാനായില്ല. അതെ, ഷെറിനെ അത് വെള്ളത്തിൽ നിന്നും എടുത്ത് എറിയുന്നു. ദിൽഷാദ് അപ്പുറത്തെ ആഴമുള്ള സ്ഥലത്തേക്ക് അവൾ നീന്തി കയറുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും അവൻ വന്ന് പിടിക്കുന്നു. അങ്ങനെ തന്നെ, അങ്ങനെ നീന്ത പഠിക്കലേ? അതെ, വെള്ളമുള്ള സ്ഥലത്തല്ല, ഇല്ലാത്ത സ്ഥലത്ത് നീന്ത്, ഞാനിവിടെ നിൽക്കാം എന്ന് പറഞ്ഞ് അവൻ തള്ളുന്നു. അവൾക്ക് ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾക്കത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. റബ്ബേ, ഇല്ല, എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ. അവൾ ഒന്നും അറിയാത്ത രീതിയിൽ നിന്നു. പഠിച്ചോനെ, എൻ്റെ ഒരു ജീവിതം എന്തെങ്ങനായിപ്പോയത് എനിക്ക്. എന്നാൽ അതിനിടയിൽ അതാ അവൻ വിളിക്കുന്നു. ദിൽഷാദ്, നൂറ, 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 നീ എവിടെ വീണേ? നൂറ. അവൻ വെള്ളത്തിൽ നിന്ന് പെട്ടെന്ന് കയറി അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതാ ഷെറിൻ അവൻ്റെ കൈ പിടിച്ച് വലിച്ചു. അതെ നൂറ അവിടെ നിന്നോട്ടെ, പകരം ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. നൂറൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ, നമുക്കിവിടെ ആഘോഷിക്കാം. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ കെട്ടിയ പെണ്ണിനെന്താ തീരെ അതിനോടൊന്നും താല്പര്യമല്ലേ? അവളിങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുകയാണല്ലോ. അത് കല്യാണം കഴിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു തൻ്റെയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കണം. സത്യം പറയാലോ, ദിൽഷാദിനെ പറ്റിയ പെണ്ണേ അവളല്ല, ഒരു പാവം പെണ്ണ്. എന്താ പെണ്ണ്?
ഞാൻ വിചാരിച്ചിരുന്നത് ദിൽഷാദ് ഇങ്ങനെയുള്ള പെൺകുട്ടികളൊന്നും ഒപ്പം നിർത്തൂലാന്ന്. അപ്പോൾ വിചാരിച്ച പോലെ ഒന്നല്ല. ഷെറിൻ, അവളുടെ മുമ്പിൽ നിന്ന് നീ എൻ്റെ കൈയൊന്നും പിടിക്കരുത് കേട്ടോ. സത്യം പറഞ്ഞാൽ അവൾക്കത് വല്ലാത്തൊരു ഷോക്കായി മാറും. അവൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. നമ്മൾ പിന്നെ വേണ്ടാത്തതിനൊന്നിട്ട് കാര്യമില്ല. കാരണം അവളെ വിടാൻ പറ്റൂല. ഓ അതെന്താ? അവൾക്ക് കുറച്ച് പണവും പ്രതാപമൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കില്ലേ? പണവും സ്വത്തൊക്കെ ഉള്ള പെണ്ണായതുകൊണ്ടായിരിക്കും അവളെ വിടാതെ പിടിക്കുന്നത് അല്ലേ? ഷെറിൻ, ഞാൻ ഒരു കാര്യം പറയാം. സൗഹൃദമൊക്കെ കൊള്ളാം, പക്ഷേ അവളുടെ മുമ്പിൽ നിന്ന് നീ എന്നോട് കൂടുതലായിട്ട് ഇടപഴകുകയും അതുപോലെ തന്നെ എൻ്റെ കൈ പിടിക്കുകയും വലിക്കുകയും ചെയ്യരുത് കേട്ടോ. അത് അവൾക്ക് വല്ലാത്തൊരു ഷോക്കാവും. പിന്നെ അവളെങ്ങാനും പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം കട്ടപ്പൊക്കെയായിരിക്കും. നീ വേണ്ടാത്ത നിൽക്കല്ലേ. ഓ പിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല അല്ലേ? ഞാൻ സത്യം പറയാലോ, ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്നോട്. ഞാൻ മനസ്സിലാക്കുന്നത്ര അവൾ നിന്നെ മനസ്സിലാക്കുന്നില്ല. നിന്നെ അവൾ സ്നേഹിക്കുന്നില്ല. സ്നേഹിക്കുന്ന ഒരു വ്യക്തികൾ തമ്മിൽ ഇങ്ങനെയാണോ? നിങ്ങൾ തമ്മിൽ എന്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാണ്ടതാണ്. പക്ഷേ ഇതിപ്പോൾ എന്താ സംഭവം? തീരെ ഒരു ഇതില്ലാത്ത പോലെയാണ് സംസാരം ഇതൊക്കെ കേട്ടാൽ. സത്യം പറഞ്ഞാൽ എന്തോൾക്ക് റൊമാൻറ്റിക്കൊന്നുമില്ലേ? റൊമാൻറ്റിക് മൂഡായിട്ട് നിങ്ങളെന്താ രണ്ടുപേരെയും കാണാത്തത്? ഞാൻ കാര്യത്തിൽ ചോദിക്കുക, അവൾക്ക് റൊമാൻറ്റിക് ഇല്ലേ? അങ്ങനത്തെ ഒരു സംഭവം അവൾക്കില്ലേ? എന്ത് സംഭവം? അതോ വെറും ഒരു പ്രദർശന വസ്തു മാത്രമാണോ? എന്നാൽ ഷെറിൻ്റെ ചോദ്യം കേട്ട ദിൽഷാദ് പറഞ്ഞു, ദയവായി ഇനി അവളുടെ മുമ്പിൽ നിന്നൊന്നും പറയല്ലേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. അവൾ നോക്കുന്നുണ്ട്, കണ്ടില്ലേ? എന്നാൽ പെട്ടെന്ന് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. നൂറ, എന്താ പെണ്ണെ, വെള്ളത്തിലിറങ്ങുന്നില്ലേ? വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങി ഒന്ന് നിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറ്റിത്തരാം. അതൊന്നും വേണ്ട. ദിൽഷാദ് പരമാവധി അവളോട് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ നൂറക്ക് ആ പെണ്ണിൻ്റെ സ്വഭാവം ഒട്ടും പിടിക്കുന്നില്ല. അല്ലെങ്കിലും ഭാര്യയും ഭർത്താവും ഉള്ള താമസിക്കുന്ന റിസോർട്ടിലേക്ക് അവൾ അവളുടെ കൂട്ടുകാരുടെ കൂടെ വന്ന്, ഇവിടെ എന്തിനാ, താഴെ ഹട്ടുണ്ടല്ലോ, അവർക്കുള്ള സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളുണ്ട്, ഞങ്ങളുടെ ഈ സ്വകാര്യ നിമിഷത്തിലേക്ക് അവൾ എന്തിനാ കടന്നു വന്നത് എന്നതായിരുന്നു നൂറയുടെ ചിന്ത. അവൾ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ വിഷമം അവൾക്കുണ്ടായി. കാരണം മറ്റൊന്നുമല്ല, അത് വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ അങ്ങനെയാണെങ്കിലും പിന്നീട് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെയായിരുന്നു വന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ആകപ്പാടെ വല്ലാത്ത മനസ്സിന് വിഷമം തോന്നുന്ന ഒരു രീതിയിൽ ആയിപ്പോയി. റബ്ബേ അല്ലാ, നീ കാത്തുരക്ഷിക്ക്. അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത വിഷമം. എന്നാലും അവളത് പുറത്ത് കാണിച്ചില്ല. ദിൽഷാദിൻ്റെ മുഖത്ത് ചിരിച്ചു കാണിച്ചു. കാരണം ദിൽഷാദിന് എന്നോട് സ്നേഹമുണ്ട്, പഴയ പോലെ ഒന്നല്ല. പക്ഷെ അവളുടെ ജീവിതത്തിലേക്ക് വരുന്ന ആളാണ് വിഷയം. അങ്ങനെ അതാ ഏകദേശം രാത്രിയായി തുടങ്ങി. നൂറ, കിടക്കാൻ വരുന്നില്ലേ? അല്ലെങ്കിൽ കുറച്ച് സമയം നമുക്കവിടെ പാട്ട് കേൾക്കാൻ പോകാമായിരുന്നു. അവിടെ പാട്ട് കേൾക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെയുണ്ട്. പിന്നെ ഈ തണുപ്പത്ത് നല്ലൊരു ക്യാമ്പ് ഫയറും ഉണ്ടാക്കാം. കാരണം ഇഷ്ടംപോലെ വിറകും തീയൊക്കെ ഉണ്ട്. അതിന് ചുറ്റുഭാഗത്തുമായിട്ട് പാട്ടൊക്കെ കേട്ടിരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയ അവിടെയുണ്ട്. എന്താ, പറ്റില്ലേ? ഇക്ക, അതിനൊന്നും എനിക്ക് താല്പര്യമില്ല. എന്നാലും ഞാൻ വരാം. അങ്ങനെ അതാ നൂറ ദിൽഷാദിൻ്റെ കൈ പിടിച്ച് അങ്ങോട്ട് വരുന്നു. ദിൽഷാദ് നൂറയോട് ചേർന്നിരുന്നു. നല്ല തണുപ്പുണ്ട് അല്ലേ? എന്നാൽ ഈ സമയം അതാ അവൾ ഷെറിൻ, അവൾ ഒരു ടൈറ്റ് ഫിറ്റ് ഡ്രസ്സെല്ലാം ഇട്ടുകൊണ്ട് ആ തീനും ചുറ്റുഭാഗമായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുന്നു ആ പാട്ടിനനുസരിച്ച്. എന്നാൽ അതാ ദിൽഷാദ് പറയുന്നു, നൂറ, എത്ര രസമാണല്ലേ അവളുടെ ഡാൻസ്. എന്താ, നിനക്കൊന്ന് കളിച്ച് നോക്കിക്കൂടെ? അസ്തഗ്ഫിറുല്ലാ, പഠിച്ചോനെ, അങ്ങനെയൊന്നും ബാപ്പാക്ക് പറ്റൂല, അങ്ങനെ നടക്കണമെന്നും. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്ത് കാര്യം? അല്ല, ഇവർക്ക് ഉമ്മയും ബാപ്പയൊന്നുമില്ലേ ഇവർ ഈ കാര്യത്തിലൊന്നും നിയന്ത്രിക്കാൻ? അതൊക്കെ അവളുടെ ഇഷ്ടമല്ല പെണ്ണേ. ഉമ്മയും ബാപ്പയും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കാണോ? നിനക്കും കളിക്കാലോ, പോര്, ഞാനും കൂടുന്നു. ദിൽഷാദ് അതാ അവളുടെ കൂടെ ഡാൻസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നു. എന്നാൽ നൂറക്കത് കണ്ട് സഹിച്ചില്ല. വാ നൂറ എന്ന് പറഞ്ഞപ്പോൾ അവൾ, ഇല്ലിക്ക, വേണ്ട. എന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ കൈകൾ അവൾ വീണ്ടും പിടിച്ച് അതാ ഡാൻസ് ചെയ്യുന്നു. ശരിക്കും നൂറയുടെ മനസ്സ് വിങ്ങിപ്പൊട്ടി. റബ്ബേ, ഇത് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്കതിന് കഴിയുന്നില്ലല്ലോ. റബ്ബേ അല്ലാ, നീ കാത്തുരക്ഷിക്ക്. അവൾക്ക് ആ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. ശരിക്കും ദിൽഷാദും നൂറയും അവർ നന്നായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അവർ പലതും
ചിരിക്കുന്നുണ്ട്, അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അവൾ അതെല്ലാം ആ അരണ്ട വെളിച്ചത്തിൽ കാണുന്നു, കേൾക്കുന്നു. നൂറക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവൾ വിചാരിച്ചു, റബ്ബേ എനിക്ക് നീ ക്ഷമ നൽകണേ അല്ലാ, റഹ്മാനെ എനിക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ലല്ലോ അല്ലാ. നൂറ വിതുമ്പി കരഞ്ഞു. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ദിൽഷാദ് വന്ന്, നൂറ ഫുഡ് കഴിക്കാം, നന്നായിട്ട് വിശന്നു, ഒരുപാട് ചാടി കളിച്ചപ്പോഴേ വാ ഫുഡ് കഴിക്കാൻ പോകാം എന്ന് പറഞ്ഞ് അവളുടെ കൈകൾ അവൻ പിടിച്ചു. പെട്ടെന്ന് അവൾ അത് വിടുവിച്ചു. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നടന്നു വരാം. അതെന്താടി, എന്നോട് ദേഷ്യമുണ്ടോ? എന്ത് ഇക്കാൻ്റെ കുട്ടിക്ക് ദേഷ്യമാണോ? എന്തിനാ ദേഷ്യം എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വീണ്ടും അവൻ അതാ അവളെ പിടിച്ച് വലിക്കുന്നു. എന്നാൽ അതാ ഷെറിൻ പറഞ്ഞു, ഓഹ് അവളുടെയൊക്കെ ഒരു ഭാഗ്യം, പിടിച്ച് വലിക്കാൻ വരെ ആൾക്കാരാ, നമ്മൾക്ക് ആരുമില്ലേ എന്ന് പറഞ്ഞു. എന്നാൽ ദിൽഷാദ് ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി. അതെ, ദിൽഷാദിനിഷ്ടം ഷെറിൻ്റെ കൈ പിടിക്കാനായിരിക്കും, അവളെ കൂടെ നടക്കാനായിരിക്കും. പക്ഷേ നൂറ അതൊരു തടസ്സമാണ്. നൂറയെ കൈവിടാനും വയ്യ, നൂറയെ കൂടുതൽ കൊഞ്ചിക്കാനും വയ്യ എന്ന് പറഞ്ഞ രീതിയിലായി അവൻ്റെ അവസ്ഥ. അങ്ങനെ അവർ 3 പേരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ദിൽഷാദ് അതാ ഷെറിന് നേരെയായിട്ട് വിപരീതമായി ഇരുന്നു. നൂറ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു ഭാഗത്തേക്കും ഇരുന്നു. എന്താ നൂറ നീ കൂട്ടത്തെ കൂടാത്തത്? ഒന്നുമില്ലക്ക. എന്ത് ഫുഡ് നിനക്ക് വേണ്ടത്? അതോ ഫുഡ് കൊണ്ടുവരുന്നോ? എനിക്കിപ്പോൾ ഒന്നും വേണ്ട, വിശക്കണില്ല. ആഹാ, അത് പറഞ്ഞാൽ പറ്റില്ല. എന്നിട്ട് വേണം ഉമ്മ എന്നെ ചീത്ത പറയും. ഉമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ പോലും അവളെ വേദനിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്, നോക്കണമെന്ന്. നന്നായി നോക്കാഞ്ഞാലേ ഉമ്മ എന്നെ ചോദ്യം ചെയ്യും. നന്നായി നോക്കുന്നുണ്ടല്ലോ, അത് മതി. പെട്ടെന്ന് നൂറ അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ദിൽഷാദിൻ്റെ മനസ്സിൽ എന്തോ ഒരു എന്താ നീ പറഞ്ഞത്? അല്ല, നന്നായി എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതാണ്. ആ ഓക്കെ. അങ്ങനെ അത് ഫുഡ് എത്തി. എന്നാൽ ഷെറിനാണ് ദിൽഷാദിൻ്റെ പ്ലേറ്റിലേക്ക് ഫുഡ് വിളമ്പി കൊടുത്തത്. കഴിക്ക് ദിൽക്ക, കഴിക്ക്. നൂറ നിനക്ക് വേണ്ടേ? നീ ക്ഷീണിച്ചിട്ടില്ലല്ലോ, ഞാനും ദിൽഷാദും അല്ലേ ഡാൻസ് ചെയ്തും ക്ഷീണിച്ചതൊക്കെ. അപ്പോൾ നീ കഴിക്കണമെന്നില്ല, ഞങ്ങൾ കഴിക്കട്ടെ. എന്തായാലും അവളുടെ ആ കൊഞ്ചിക്കുഴഞ്ഞുള്ള ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ നൂറയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.